ഡയമെൻഷൻ തന്നെ അടുത്തൊരു മോഡലിലേക്ക് കൊണ്ടുപോകും കേട്ടോ. നമുക്ക് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. നമുക്കിപ്പോൾ ഒരു ക്വാണ്ടിറ്റി തന്നു കഴിഞ്ഞാൽ ആ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ മനസ്സിലായാലും എങ്ങനെയാണ്? ഏതൊരു ടേം പറഞ്ഞാലും നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ടേം ഫിസിക്കൽ ക്വാണ്ടിറ്റി പറഞ്ഞാൽ അതിന്റെ ഡയമെൻഷൻ നമുക്ക് എഴുതാറിയാം. എന്താ അറിയാമെങ്കിൽ ഇക്വേഷൻ അറിയാം, അത് നമ്മൾ പഠിച്ചേ പറ്റും. ഓക്കെ, ഇനി ഇതല്ലാതെ വേറൊരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. അപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ പറയാണ് F equal to AT എന്നൊരു ഇക്വേഷൻ തരാം. ചുമ്മാ ചുമ്മാ ഇക്വേഷൻ അല്ലാതെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഒന്നും അല്ലത്. F equal to AT എന്നുള്ള ഇക്വേഷൻ ഇതാണ്. എന്നിട്ട് അവർ തന്നെ ക്വസ്റ്റ്യൻ തന്നേക്കാണ് where F is force, T is time, A is a constant. Find the dimension of A എന്നാണ് പറയുന്നത്. Find the dimension of A. So F equal to force, T equal to time, A എന്താ നമുക്ക് അറിയില്ല. എയുടെ ഡയമെൻഷൻ ആണ് ചോദിച്ചേക്കുന്നത്. എങ്ങനെ എയുടെ ഡയമെൻഷൻ എന്താണ്? എയുടെ ഡയമെൻഷൻ എങ്ങനെയാണ്? എയ്ക്ക് ഒരു ഇക്വേഷൻ ഇതാ, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എയ്ക്ക് ഒരു ഇക്വേഷൻ ഇതാ. എയുടെ ഇക്വേഷൻ എന്താ? F by T ആണല്ലോ. സോ എഫിന്റെ ഡയമെൻഷൻ എന്താണ്? m by t raised to minus 2. t ടൈം ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ t. സോ അപ്പോൾ എയുടെ ഡയമെൻഷൻ വരും m by t raised to ഈ t മോളിൽ പോകുമ്പോൾ ടോട്ടൽ എത്ര വരും? m l t raised to minus. ഇത്രയും ക്ലിയർ ആയോ? നോട്ട് ചെയ്യാം. അത് ഞാൻ അടുത്ത ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് ഞാൻ ഇത് തന്നതേ ഉള്ളൂ. ഇതല്ല നമ്മുടെ ക്വസ്റ്റ്യൻ കേട്ടോ. സോ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എയുടെ ഡയമെൻഷൻ ഓക്കെ. ഇനി അടുത്തത് നമുക്കൊരു ക്വസ്റ്റ്യൻ വരിക. F equal to AT square plus BT cube. Any question? F equal to AT square plus BT cube. Find the dimension of A and B. എന്നാണ് ക്വസ്റ്റ്യൻ. ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം. പഴയ പോലെ തന്നെ എഫ് ഫോഴ്സ് ആണ്, ടി ടൈം ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എഫ് ഫോഴ്സ് ആണ് തന്നിട്ടുണ്ട്, ടി ടൈം ആണ് തന്നിട്ടുണ്ട്. where A and B are the constants. നമുക്ക് എന്താ കണ്ടുപിടിക്കണം? ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് A and B. ഇനി ഇങ്ങോട്ട് ഒന്ന് ശ്രദ്ധിച്ചേ. എഫ് എന്താ? ഫോഴ്സ്. അപ്പോൾ A T സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കും? BT ക്യൂബ് എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും? F ഫോഴ്സ് ആണെങ്കിൽ AT സ്ക്വയർ എന്ന് പറയുന്ന സാധനവും ഒരു ഫോഴ്സ് ആയിരിക്കും. BT ക്യൂബ് എന്ന് പറയുന്ന സാധനവും ഒരു ഫോഴ്സ് ആയിരിക്കും. കാരണം രണ്ട് ഫോഴ്സുകൾ ആഡ് ചെയ്യുമ്പോഴേ ഒരു ഫോഴ്സ് കിട്ടൂ. സെയിം ക്വാണ്ടിറ്റീസ് തമ്മിലല്ലേ നമുക്ക് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും പറ്റുള്ളൂ. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. 5 മീറ്റർ പ്ലസ് 3 മീറ്റർ എത്രയാണ്? ഓരോരുത്തരോട് ഞാൻ ചോദിക്കാം. 5 മീറ്റർ പ്ലസ് 3 മീറ്റർ എത്രയാണ്? 8 യൂണിറ്റ് കൂടി പറഞ്ഞു. 5 മീറ്റർ പ്ലസ് 3 മീറ്റർ എത്രയാണ്? 5 മീറ്റർ എന്ന് പറഞ്ഞാൽ 5 മീറ്റർ നീളം പ്ലസ് 3 മീറ്റർ നീളം. നമുക്ക് എത്ര നീളം? 8 മീറ്റർ. സ്ക്വയർ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? 5 മീറ്റർ പ്ലസ് 3 മീറ്റർ എത്രയാ? 2 കിലോഗ്രാം പ്ലസ് 3 കിലോഗ്രാം 5 കിലോഗ്രാം ആണോ? 10 സെക്കൻഡ് പ്ലസ് 2 സെക്കൻഡ് 12 സെക്കൻഡ്. 5 ന്യൂട്ടൺ പ്ലസ് 3 ന്യൂട്ടൺ 8 ന്യൂട്ടൺ. 5 മീറ്റർ പ്ലസ് 3 കിലോഗ്രാം. 5 മീറ്റർ പ്ലസ് 3 കിലോഗ്രാം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. മനസ്സിലായോ? ഞാൻ പറഞ്ഞതാ 5 മീറ്റർ പ്ലസ് 3 കിലോഗ്രാം.
കാരണം ആദ്യം പറഞ്ഞ 5 മീറ്റർ എന്ന് പറഞ്ഞ ഒരു നീളമാണ്, 3 കിലോഗ്രാം എന്ന് പറഞ്ഞ മാസം. അപ്പൊ നീളവും മാസം കൂടി ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ആഡ് ചെയ്യാൻ പറ്റുന്ന ആര് തമ്മിലാ? സെയിം ക്വാണ്ടിറ്റീസ് തമ്മിലേ പറ്റുള്ളൂ അല്ലേ? അങ്ങനെ സെയിം ക്വാണ്ടിറ്റീസ് തമ്മിൽ ആഡ് ചെയ്താലേ അതിന് റിസൾട്ട് കിട്ടുള്ളൂ. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് ഇവിടെ റിസൾട്ട് കിട്ടിയിരിക്കുന്നത് ഫോഴ്സ് ആണ്. അപ്പൊ ഇത് ഫോഴ്സ് ആണെങ്കിൽ ഈ തന്നിരിക്കുന്ന എന്തായേ പറ്റൂ? ഒരു ഫോഴ്സ് ആയാലേ പറ്റുള്ളൂ. ഈ തന്നിരിക്കുന്ന എന്തേ പറ്റൂ? ഒരു ഫോഴ്സ് ആയാലേ പറ്റുള്ളൂ. നോക്കിയേ, ഇത് കിടക്കുന്നത് ഈ ഫോർമാറ്റിലാണ്. രണ്ട് ഫോഴ്സുകൾ ആഡ് ചെയ്താലല്ലേ ഒരു ഫോഴ്സ് കിട്ടുള്ളൂ. അല്ലാതെ ഒരു മാസും ഫോഴ്സും കൂടി ആഡ് ചെയ്താൽ ഫോഴ്സ് കിട്ടുമോ? അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുമോ? ക്ലിയർ ആയോ പറഞ്ഞേ? ഇപ്പൊ ഞാൻ പറയാണ് പ്രഷർ P equal to A by T square plus B by T raised to minus 3 എന്ന് പറഞ്ഞാൽ P എന്താ? ഞാനിപ്പോ പറഞ്ഞെന്താ? P എന്താ? പ്രഷർ. അപ്പൊ A by T square എന്തായിരിക്കും? ക്ലിയർ ആയോ? B by T raised to minus 3 എന്തായിരിക്കും? ക്ലിയർ ആയില്ലേ? രണ്ട് പ്രഷറുകൾ ആഡ് ചെയ്താലല്ലേ വേറൊരു പ്രഷർ കിട്ടുള്ളൂ. കിട്ടിയോ? അപ്പോ ഇവിടുത്തെ ഡയമെൻഷനും ഇവിടുത്തെ ഡയമെൻഷനും ഇവിടുത്തെ ഡയമെൻഷനും സെയിം ആയിരിക്കും, കാരണം ഒരേ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ F എന്താണോ, Fന്റെ ഡയമെൻഷൻ എന്താണോ അത് തന്നെയാണ് AT സ്ക്വയറിന്റെ ഡയമെൻഷൻ, അത് തന്നെയാണ് BTQവിന്റെ ഡയമെൻഷൻ. മനസ്സിലാക്കുന്നുണ്ടോ? ചെയ്യണ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണ്ടോ? സോ അങ്ങനെയാണെങ്കിൽ ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? F equal to AT square plus BTQ. എന്റെ ചോദ്യം ഇതാണ്. F എന്താ? ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ AT square എന്താ? ക്ലിയർ? അപ്പൊ AT square എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് തന്നെയാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് A കണ്ടുപിടിക്കാൻ പറ്റില്ലേ? എങ്ങനെ കണ്ടുപിടിക്കാം? F equal to AT square നമ്മൾ എഴുതി. എങ്ങനെ കണ്ടുപിടിക്കാം? F by T square. F ന്റെ ഡയമെൻഷൻ ml t raised to minus 2. T square ഇവിടെ വന്നു. സോ അങ്ങനെയാണെങ്കിൽ ml t raised to minus 4. ക്ലിയർ? ഓക്കേ ആണോ? ഓക്കേ. ഇനി അടുത്ത സെക്ഷൻ ഇത് നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്ത എന്താണ് BT ക്യൂബ്? എന്താണ് BT ക്യൂബ്? അതും ഒരു ഫോഴ്സ് തന്നെയാണ് എന്ന് ഉറപ്പിക്കുക. ശരിയല്ലേ? രണ്ട് ഫോഴ്സുകൾ ആഡ് ചെയ്താലേ ഒരു ഫോഴ്സ് കിട്ടുള്ളൂ. കിട്ടിയോ? അപ്പോ ഈ BT ക്യൂബിന്റെ ഡയമെൻഷനും Fഉം സെയിം ആണ്. അപ്പോ F ഈക്വൽ BT ക്യൂബ് ആണ്. അപ്പോ B ഈക്വൽ എത്രയാ? F by T ക്യൂബ്. F ന്റെ ഡയമെൻഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. P ക്യൂബ് ഇടുക. സോ ml t raised to minus 2 t raised to minus 3. സോ ml t raised to minus 5. മൾട്ടിപ്ലൈ ചെയ്യല്ല വെക്കണ്ടേ. a raised to m into a raised to n, a raised to m plus n. കിട്ടിയോ? So what is the dimension of A? What is the dimension of A? ml t raised to minus 4. What is the dimension of B? ml t raised to minus 5. ഇല്ലേ? ഈ മോഡൽ ഒന്ന് ചെയ്യാനായിട്ടില്ലേ? അടുത്ത ഓർമ്മ ഞാൻ തരാം കേട്ടോ. ഉച്ചവരെയുള്ള പറഞ്ഞാൽ നമ്മളോട് നമുക്ക് കുറച്ച് അഡ്മിഷൻ കുറേ കുട്ടികളുണ്ട്, 50 ദിവസങ്ങളോളം. അപ്പോൾ അവർ ഇമ്പ്രൂവ്മെൻ്റ് ആയതുകൊണ്ട് 25, 26 എത്ര ഡേറ്റ് അവർ പറഞ്ഞു. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഫിനിഷിംഗ് ആയിട്ട് ക്ലാസ് തരാം. അല്ലെങ്കിൽ ഇവർക്ക് അത് ഇവർക്ക് മിസ്സാവും. ഈ രീതിയിൽ മാത്രമല്ലേ കിട്ടുള്ളൂ. ക്ലാസ് ഇരിക്കുമ്പോൾ അവരുടെ ഡൗട്ടുകളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ്. ഓക്കെ, ഹാപ്പി? വളരെ ഇത്രയും പേര് ഓക്കെ. അപ്പൊ ഞാൻ ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് എന്റെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് A and B. ക്വസ്റ്റ്യൻ ഒന്ന് ഞാൻ മാറ്റാൻ പോവാം. ഇതേ സാധനം ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് A by B. ക്വസ്റ്റ്യൻ മാറിയെന്ന് മനസ്സിലായോ? Find the dimension of A and B എന്നാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. Find the dimension of A and B എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് find the dimension of A by B എന്നാണ്. ക്വസ്റ്റ്യൻ മാറിയത് ക്ലിയർ ആണോ? ഇതേ സാധനം ഞാൻ ക്വസ്റ്റ്യൻ
ഒന്നും മാറ്റുന്നില്ല. ലാസ്റ്റ് സെന്റൻസ് മാത്രമേ പറ്റൂ. ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് A by B. അപ്പോൾ എന്ത് ചെയ്യണം? ഇതേപോലെ A യുടെ ഡയമെൻഷൻ കാണണം, B യുടെ ഡയമെൻഷൻ കാണണം, എന്നിട്ട് അവർ തമ്മിൽ ഡിവൈഡ് ചെയ്യണം. അത്രേ ഉള്ളൂ. ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണില്ല. നോക്കിയോ, A by B ചെയ്യാൻ പോവാണ്. A യുടെ ഡയമെൻഷൻ ഓൾറെഡി നമ്മൾ കണ്ടുവച്ചു. A യുടെ ഡയമെൻഷൻ എന്താ? m t raised to -4. B യുടെ ഡയമെൻഷൻ എന്താ? അപ്പോൾ ഇതിന്റെ A by B എടുത്താൽ എന്ത് വരും നോക്കിക്കേ. m കട്ടായി, l കട്ടായി, t raised to -4. ഇത് t മോളിൽ പോകുമ്പോൾ 5. അപ്പോൾ ആൻസർ എത്രയാ? അല്ലേ? t അല്ലേ? ആണോ? അപ്പോൾ ഫൈൻഡ് ദ കിട്ടില്ല. ഓക്കേ. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് A into B എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ചെയ്യുന്നത്? അപ്പോൾ ഇനി ഏത് മോഡൽ വന്നാലും കിട്ടിയില്ലേ? ഈ മോഡൽ ക്ലിയർ അല്ലേ? ഓക്കേ. ഹാപ്പി? വളരെ ഹാപ്പി. ഒരു ക്വസ്റ്റ്യൻ തന്നെ ചെയ്യൂ. Pressure P equal to A by TQ plus B T square. Find the dimension of A by B. P pressure ആണ്, T time ആണ്. P pressure ആണ്, T time ആണ്. കാര്യങ്ങളൊക്കെ നമ്മളിതൊന്നും പറയാതെ നേരെ ക്വസ്റ്റ്യനിലേക്ക് പോയാൽ ചെയ്യുക. ആദ്യം എന്താ പറ്റില്ല, തിയറി ചാടിക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. തിയറി കുറവായിട്ട് പഠിച്ചാൽ എൻട്രൻസ് എഴുതാൻ ഈ ക്വസ്റ്റ്യൻ മാത്രമേ ചെയ്യൂ, അത് എനിക്ക് പറ്റില്ല, അങ്ങനെ കിട്ടില്ല. ഓക്കെ, ആദ്യം കോൺസെപ്റ്റ്സ് തിയറീസ് എല്ലാം നന്നായിട്ട് പഠിക്കുക. ആൻസർ കിട്ടിയോ? കിട്ടിയോ? ശരിയോ തെറ്റോ പിന്നെ നോക്കാം. കിട്ടിയോ? ചോദ്യം A B അല്ല, A by B ആണ്. ചോദ്യം ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് A by B എന്നാണ് പറയുന്നത്. കഴിഞ്ഞ പറഞ്ഞേ കിട്ടി. നിങ്ങൾക്ക് രണ്ടു സെയിം ആണെന്ന് നോക്കി ആണ്. നിങ്ങൾക്ക് കിട്ടിയോ? ശരി തന്നെ വിട്. കിട്ടിയോ എന്ന് പറയാം. ആദ്യം ഒരു ആൻസർ കിട്ടണ്ടേ, എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യുള്ളൂ അല്ലേ? ആൻസർ പറയാം. -4 മോഡ് വരുന്നത്
a by t cube എന്താ? a by t cube എന്താ? ആണോ? ആണോ? p എന്താ? പ്രഷർ. അപ്പോൾ a by t cube എന്താണ്? പ്രഷർ അല്ലേ? b t square എന്താ? അതും പ്രഷർ. അപ്പോൾ a by t cube എന്ന് പറയുന്നത് പ്രഷറാണ് അല്ലേ? നമുക്ക് a യുടെ ഡയമെൻഷൻ വേണം. a യുടെ ഡയമെൻഷൻ എഴുതാം. അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. p into t cube. ഇക്വേഷൻ ആയി. p എന്തായിരുന്നു? പ്രഷർ. അപ്പോൾ പ്രഷറിന്റെ ഡയമെൻഷൻ നമ്മൾ അറിയണം. പ്രഷറിന്റെ ഇക്വേഷൻ ഫോഴ്സ് ബൈ ഏരിയ ml t raised to -2 by l square. L boy. So ml raised to -1 t raised to -2 ആണോ? ഓക്കേ. സോ ഇട്ട് കൊടുക്കാം. ml raised to -1 t raised to -2 ഇട്ട് കൊടുത്തു. t cube. So that is ml raised to -1 t. ഇതാണ് a യുടെ വിദ്യ. എല്ലാവർക്കും a യുടെ ഡയമെൻഷൻ കിട്ടിയത് സെയിം ആണോ നോക്കാം. ml raised to -1 t ആണോ? തെറ്റിയാർക്കെങ്കിലും തെറ്റി. ഇപ്പൊ മനസ്സിലായോ? തെറ്റിയവർക്ക് മനസ്സിലായോ എന്താണ്? ബാക്കിയുള്ളവർക്ക് കിട്ടി, കുറച്ചുപേർക്ക് കിട്ടി. ഓക്കെ അല്ലേ? യെസ്. ഇനി b യുടെ ഡയമെൻഷൻ എന്താ? എവിടെയാ നിങ്ങൾക്ക് തെറ്റിയത്? എവിടെയാ പറഞ്ഞേ? മാക്സ് ചെയ്തതിലാണ്, അല്ല കോൺസെപ്റ്റിലല്ലോ. ഓക്കെ, അപ്പൊ മാക്സ് ചെയ്യുന്നത് ശ്രദ്ധിച്ച് ചെയ്യാം. ഓക്കെ, ഇനി b യുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ എന്താ b t സ്ക്വയർ? അത് p തന്നെയല്ലേ? അല്ലേ? അപ്പൊ b ഈക്വൽ ടു എന്താണ്? p by t സ്ക്വയർ. എന്താ p യുടെ ഡയമെൻഷൻ? ml raised to -1 t raised to -2 t സ്ക്വയർ. So ml raised to -1 t raised to -4. ഇതാണോ b യുടെ കിട്ടിയേ? അത് കിട്ടി. അപ്പൊ a യും കിട്ടി, b യും കിട്ടി. ഇങ്ങനെ സെപ്പറേറ്റ് ആണെങ്കിൽ അങ്ങനെ തന്നെ വെക്കുക. ഓപ്ഷനിൽ നോക്കുക. a and b എന്നാണെങ്കിൽ സെപ്പറേറ്റ് തന്നെ കാണും, കോമേറ്റബിൾ ആണ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ a by b ആണ്. അപ്പൊ a by b ആവുമ്പോൾ അതിന്റെ ഡയമെൻഷൻ, a യുടെ ഡയമെൻഷൻ എന്താണെന്ന് നോക്കുക. ml raised to -1 t by b ml raised to -1 t raised to -4. So m cancel ആയി, l raised to -1 l raised to -1 cancel ആയി. So t raised to -4 multiplied by t raised to 4. So answer is t raised to 5. Yeah. What are the numbers? Boys and girls not get t raised to 5. t raised to 5. t raised to 5 ആവുന്നത് ഇവിടെ തന്നെ അല്ലേ? ഇതാ തെറ്റിപ്പോയി. ഹാപ്പി തെറ്റിപ്പോയി. എവിടെയാണ് മിസ്റ്റേക്ക് വന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ന്യൂമറിക്കൽ ചെയ്തതിലായിരിക്കും മിസ്റ്റേക്ക് അല്ലേ? ഡിനോമിനേറ്ററിൽ മുകളിലേക്ക് പോയി പ്ലസ് മൈനസ് ഒക്കെ മാറിപ്പോയി. ഓക്കെ അല്ലേ? അപ്പൊ പ്രശ്നം കിടക്കുന്നത് ഫിസിക്സിലാണോ മാത്സിലാണോ? രണ്ടും പ്രശ്നമാണ്. ഓക്കെ അല്ലേ? ഈ മോഡൽ ക്ലിയർ ആയില്ലേ? ഈ മോഡൽ ഓക്കെ ആണോ? അടുത്തൊരു മോഡൽ തരട്ടെ. ഓക്കെ, നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കണം. അടുത്തൊരു മോഡല് sin kx where x is the displacement. Find the dimension of k. തോന്നുന്നുണ്ടോ? Sin kx where x is the displacement. Okay, x is the displacement. X is the displacement. Find the dimension of k. Understood? Find the dimension of k. നോക്കാം, നമ്മുടെ കയ്യിൽ ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ അറിയാലോ, സൈൻ, കോസ്, ടാൻ എന്നൊക്കെ പറയുന്നത്. ഏതൊരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന്റെ കൂടെ വരുന്നത് ഒരു ആംഗിൾ ആയിരിക്കും. അതുകൊണ്ടാണ് സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ സൈൻ, ഇപ്പോൾ നമ്മൾ സൈൻ എടുക്കുന്നേ ഉള്ളൂ. ഏതൊരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന്റെയും കൂടെ വരുന്നത് ആരായിരിക്കും? ആംഗിൾ ആയിരിക്കും. അപ്പോ ഇവിടെ ആംഗിൾ എന്ന് പറയുന്ന സാധനം മനസ്സിലാക്കാം. നമ്മൾ സാധാരണ പഠിച്ചു വെച്ചിട്ടുണ്ട് സൈൻ തീറ്റ. തീറ്റയാണ് അവിടുത്തെ ആംഗിൾ അല്ലേ? അപ്പൊ ഇവിടുത്തെ ആംഗിൾ ആരാ?
kx. അപ്പൊ kx എന്ന് പറയുന്നത് ഒരു ആംഗിൾ ആണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. അതൊരു തീറ്റയാണ്, ഒരു ആംഗിൾ ആണ്. എന്താ ആംഗിളിന്റെ ഡയമെൻഷൻ? What is the dimension of an angle? ആംഗിളിന്റെ ഡയമെൻഷൻ ഇല്ല. മനസ്സിലായോ? ആംഗിളിന് ഡയമെൻഷൻ ഇല്ല. Why? ആംഗിൾ എന്ന് പറഞ്ഞാൽ അതിനുണ്ട് അല്ലേ, ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതാണ് ആംഗിൾ തീറ്റ. ഓക്കെ, ഞാൻ ചുമ്മാ എഴുതാണ് എ ആർ എന്ന് എഴുതിയാൽ ആംഗിൾ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് എ ബൈ ആർ. ഇതാണ് ആംഗിളിന്റെ എന്താ ആംഗിളിന്റെ ഇക്വേഷൻ? ആർക്ക് ലെങ്ത്. ഇതൊരു ആർക്ക്, അതൊക്കെ അറിയാലോ. ഇതൊരു ആർക്കാണെന്ന് അറിയാലോ. ഈ ആർക്ക് ലെങ്ത് ആണ് എ എന്ന് പറയുന്നത്. ഇത് റേഡിയസ്, ഈ സർക്കിളിന്റെ റേഡിയസ്. അപ്പൊ ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് ആണ് ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ. ആംഗിളിന്റെ ഡെഫിനിഷൻ ആണ്, ഇക്വേഷൻ ആണ്. അത് മനസ്സിലാക്കാം. So that is theta equal to a by r. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആർക്ക് ലെങ്ത്, ഈ ആർക്കിന്റെ നീളം ലെങ്ത് ആണ്. അപ്പൊ ലെങ്തിന്റെ ഡയമെൻഷൻ എന്താ? L. റേഡിയസ് വീണ്ടും L. അപ്പൊ L വരും കട്ടാവും. അതുകൊണ്ട് ആംഗിളിന് ഡയമെൻഷൻ ഇല്ല. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേ സാധനം വന്ന് കട്ടായി. അതുകൊണ്ടാണ് ആംഗിളിന്റെ ഡയമെൻഷൻ ഇല്ല എന്ന് പറയുന്നത്. അപ്പൊ ആംഗിളിന്റെ ഡയമെൻഷൻ എന്താ? അപ്പൊ sin kx എന്ന് പറഞ്ഞാൽ അടുത്ത ആംഗിൾ ആരാ? kx. sin kx എന്ന് പറഞ്ഞാൽ അടുത്ത ആംഗിൾ ആരാ? sin kx ലെ ആംഗിൾ ആരാ? kx. അപ്പൊ kx എന്ന് പറഞ്ഞ മൊത്തത്തിൽ അതിന്റെ ഡയമെൻഷൻ എത്രയാ? ഇതൊരു ആംഗിൾ ആണ്. അപ്പൊ kx ന്റെ ഡയമെൻഷൻ എത്രയാ? ഡയമെൻഷൻ വേണ്ട, ശരിയല്ലേ? x എന്താന്ന് ഓൾറെഡി അവർ തന്നിട്ടുണ്ട്. x എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? ഡിസ്പ്ലേസ്മെന്റ്. ആ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയമെൻഷൻ എന്താ? L അല്ലേ? അല്ലേ? k into x ആ. x ന്റെ ഡയമെൻഷൻ L. പക്ഷെ മൊത്തത്തിൽ എടുക്കുമ്പോൾ എനിക്ക് ഇതൊന്നും വേണ്ട. അപ്പൊ ഈ ഉള്ള L കൂടി എന്താവണം? കട്ടായി പോകണം. അങ്ങനെ L കട്ടായി പോകണമെങ്കിൽ k യുടെ വാല്യൂ എന്ത് കൊടുത്തേ പറ്റൂ? 1/L കൊടുത്തേ പറ്റുള്ളൂ. ആലോചിക്കേ, 1/L into L. L വരും കട്ടാവും. അപ്പൊ k യുടെ വാല്യൂ എന്ത് വന്നേ പറ്റൂ? 1/L വന്നേ പറ്റൂ. That means L മോളി വരുമ്പോ L raised to -1. അപ്പൊ k യുടെ ഡയമെൻഷൻ എന്താ? L raised to -1. കിട്ടിയില്ല. ആർക്കെങ്കിലും മനസ്സിലായോ? കിട്ടി. നിങ്ങൾക്ക് കിട്ടി, കുറച്ച് പേർക്ക് കിട്ടി, വോയിസിന് കിട്ടി, നിങ്ങൾക്ക് കിട്ടിയില്ല. പറ, ഒന്നുമില്ലോ. ഇത് ഓക്കെ ആണോ? മാഷോട്ടെ. അപ്പൊ x ന് എന്ത് കൊടുക്കും? 2x എന്ന് പറഞ്ഞാൽ 2 into x എന്നാ. 2 into x. x ന്റെ വാല്യൂ എന്ത് കൊടുത്താൽ ഈ 2 കട്ടാവും? 3 കൊടുത്താൽ 2 കട്ടാവോ? ഇല്ല. 5 കൊടുത്താൽ 2 കട്ടാവോ? ഇല്ല. 1/5 കൊടുത്താൽ 2 കട്ടാവോ? ഇല്ല. എന്ത് കൊടുക്കണം? 1/2 കൊടുത്താൽ മാത്രമേ ഈ 2 കട്ടായി പോകുള്ളൂ. ഒന്നും ഇല്ലാതെ പോകും. അപ്പൊ x ന്റെ വാല്യൂ എന്ത് കൊടുത്തേ പറ്റൂ? 1/2 കൊടുത്തല്ലേ പറ്റൂ. എന്ന് പറയുന്നത് പോലെ kx കിട്ടി. x എന്ന് പറഞ്ഞത് എന്താണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്? ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ x എന്ന് പറഞ്ഞതിന്റെ ഡയമെൻഷൻ എന്താ? L. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞോണ്ടാണ് L. അപ്പൊ ഈ L നെ കട്ട് ചെയ്ത് കളയണമെങ്കിൽ ഈ k എന്ത് വന്നേ പറ്റൂ? k യുടെ വാല്യൂ എന്ത് വന്നേ പറ്റൂ. എന്നാലേ L കട്ടായി പോണം. പറയട്ടെ, L² കൊടുത്താൽ കട്ടാവോ? L³ കൊടുത്താൽ കട്ടാവോ? ഇല്ല. 1/L² കൊടുത്താൽ മൊത്തം കട്ടായി പോവോ? ഇല്ല. അപ്പൊ എന്ത് കൊടുക്കണം? 1/L കൊടുക്കണം. അപ്പൊ മനസ്സിലായോ? അപ്പൊ k യുടെ വാല്യൂ എന്ത് കിട്ടി? k എന്ന് പറയുന്നത് എന്ത് കൊടുത്തു? 1/L. അപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ ക്ലിയർ ആയോ? എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ. ഈ 1/L എന്ന് പറയുന്നത് L ഡിനോമിനേറ്ററിലാണ്. ഈ ഡിനോമിനേറ്ററിലുള്ള L മോളിൽ പോകുമ്പോൾ എന്ത് എഴുതാം? കിട്ടി. അപ്പൊ k യുടെ ഡയമെൻഷൻ എന്തായിരുന്നു? L raised to
ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് കെ എന്നാണ് ക്വസ്റ്റ്യൻ. കേരളല്ലേ നോട്ട് ചെയ്യേ ഓക്കെ. cos mt where t is time. What is the dimension of m? T is time. m is a constant. Mass എന്ന് പറഞ്ഞിട്ടില്ല. m is a constant. സ്റ്റെപ്പിൽ പറയാത്ത നമ്മൾ എഴുതേണ്ട കാര്യമില്ല. t is time, m is a constant. Find the dimension of m. നമുക്ക് വേണ്ടത് m ന്റെ ഡയമെൻഷൻ ആണ്. m മാസ് ആണെന്ന് അവർ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എടുക്കേണ്ട. അപ്പോൾ m എന്ന് വെച്ചാൽ m എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷേ m ന്റെ ഡയമെൻഷൻ. m ന് വേറെ എന്തൊക്കെ പറഞ്ഞേ? ആകോ ഇല്ലല്ലോ. ഓക്കേ, m ന്റെ ഡയമെൻഷൻ വേണം. പറയട്ടെ. ഒരു ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ നോക്കിയാൽ അതിന് മൊത്തത്തിൽ ഡയമെൻഷൻ ഉണ്ടോ ഇല്ലയോ? ഇല്ല. കാരണം ട്രിഗ്നോമെട്രി ഫംഗ്ഷന്റെ കൂടെ കിടക്കുന്ന ആംഗിൾ ആംഗിളിന്റെ ഡയമെൻഷൻ ഉണ്ടാവും. സൈൻ തീറ്റയുടെ ഡയമെൻഷൻ ചോദിച്ചാൽ തീറ്റയുടെ ഡയമെൻഷൻ എത്രയാണ്? ഇല്ല, ഡയമെൻഷൻ. അപ്പൊ സൈൻ തീറ്റയുടെ ക്ലിയറായോ? പക്ഷെ അതല്ല, ഒരു എ സൈൻ തീറ്റ എന്ന് പറയുന്നത് അവിടെ എ സെപ്പറേറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ മാത്രം വെച്ച കാര്യമാണ്, അതിന്റെ കൂടെ ഇപ്പുറത്തുള്ള കോൺസ്റ്റന്റ് ഒന്നും പറയുന്നില്ല. ഓക്കെ, പോരട്ടെ. എമ്മിന്റെ എല്ലാവർക്കും മനസ്സിലായില്ലേ? എം ടി എന്ന് പറഞ്ഞ സാധനം എന്താകും? ആംഗിൾ അല്ലേ? ഒരു ട്രിഗ്നോമെട്രി ഫംഗ്ഷന്റെ കൂടെ വരുന്നത് എപ്പോഴും ആംഗിൾ ആയിരിക്കും. സൈൻ തീറ്റ, കോസ് തീറ്റ. അപ്പൊ ഇത് കോസ് തീറ്റ ഫോർമുല അല്ലേ? അപ്പൊ എം ടി എന്ന് പറയുന്നത് ആംഗിൾ ആണെന്ന് ക്ലിയർ ആണ്. എം ടി ആംഗിൾ ആണ്. ടി എന്താണെന്ന് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ടൈം. അപ്പൊ ടി ആണ്, ടൈമിന്റെ ഡയമെൻഷൻ ടി ആണ്. ഇനി ഈ ടി ക്യാൻസൽ ആവണമെങ്കിൽ എമ്മിന് എന്ത് കൊടുക്കണം? 1/t കൊടുക്കണം. അപ്പൊ എമ്മിന്റെ വാല്യൂ 1/t ആണെന്ന് ഉറപ്പായി. 1/t എന്ന് പറഞ്ഞാൽ ടി റേസ് ടു മൈനസ്. ഇത്ര മനസ്സിലായോ? അപ്പൊ ക്ലിയർ ആയിട്ടുണ്ടോ? സൈൻ k t raised to minus. T time. What is the dimension of k? മനസ്സിലായില്ലേ? നമ്മുടെ കയ്യിലുള്ള എന്തോ അതിനെ ക്യാൻസൽ ചെയ്യാൻ k യുടെ വാല്യൂ കൊടുക്കും. ആലോചിച്ച് നോക്കുക. തുറന്നു ഇവിടെ ടി സ്ക്വയർ. കാരണം നേരെ ഡയറക്റ്റ് കിടക്കുന്ന സാധനം ഒരു പവർ മൈനസ് വന്നപ്പോഴേക്കും ഞെട്ടി. ടി റേസ് ടു മൈനസ് 2 ന്റെ ഡയമെൻഷൻ എന്താ അല്ലേ? അപ്പൊ ഈ സാധനം പോണെങ്കിൽ ഇതിന്റെ കൂടെ ഒരു ടി സ്ക്വയർ വന്നാൽ പോലെ. ഇപ്പൊ ആഡ് ചെയ്ത് നോക്കി, +2 - 0 ആയി പോയില്ലേ അല്ലേ? ആണോ? ഓക്കെ ആണോ? വീണ്ടും ഞാൻ പറയണത്, അപ്പൊ കെയുടെ ഡയമെൻഷൻ എന്തോന്നു? കെയുടെ ഡയമെൻഷൻ എന്തോന്നു? ടി സ്ക്വയർ. മനസ്സിലായില്ലേ? ഞാൻ ഒരെണ്ണം വിളിച്ചിട്ട് ഈ മോഡൽ നിർത്തുകയാണ്. cos b by t raised to -3.
ഇവിടെ +2 ഇതേപോലെ സ്ലോ ആയിട്ട് പോകില്ല കേട്ടോ. +2 നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്നുള്ള തെറ്റിദ്ധാരണയിൽ +1 നിങ്ങൾ മറന്നിരിക്കാം എന്നുള്ള ധാരണയിൽ നമ്മൾ പഠിപ്പിച്ചു വരുന്നു. +2 നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി പഠിച്ചു എന്ന് തെറ്റിദ്ധാരണയിൽ ചെയ്തു. അല്ലല്ലോ, ആൻസർ എത്രയാ? T ക്യൂബ് ആണോ? (3) തന്നെയല്ലേ? ഇതല്ലേ ആംഗിൾ അല്ലേ? അപ്പോ (T⁻³ യുടെ ഡയമെൻഷൻ എന്താ? (T⁻³ ഈ സാധനത്തെ ക്യാൻസൽ ചെയ്യാൻ മോളിൽ ഒരു (T⁻³ കിട്ടിയാൽ പോരെ? മോളിൽ കട്ടായി പോയില്ലേ? നിങ്ങൾ ആലോചിക്കും (T⁻³ ഇനി മുകളിൽ എന്താ പ്രശ്നം എന്നാണ്. നിങ്ങൾ ഇതിനെ T³ എന്ന് വിളിച്ചാൽ ഈ സാധനം മുകളിൽ പോകുമ്പോൾ T³ × T³ എന്ന് പറഞ്ഞാൽ (T⁻6) ആയി പോയില്ലേ? അതേസമയം മുകളിൽ ആരാ വരണ്ടേ? (T⁻³ തന്നെ വരണം. നല്ല കട്ടാവുള്ളൂ. കിട്ടിയാ മനസ്സിലായത്? എവിടെയാണ് മനസ്സിലാണല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഈ മോഡൽ ഓക്കെ അല്ലേ? കഴിഞ്ഞില്ല. ക്വസ്റ്റ്യൻ അടുത്തത്. The displacement y equal to a sin kt. The displacement y equal to a sin kt, where y is the displacement, എല്ലാ ടേംസും നമ്മൾ അറിഞ്ഞിരിക്കണം. നല്ല ഡയമെൻഷൻ നമുക്ക്. a is the amplitude, t is time. Find the dimension of a and k. Find the dimension of a and k. ഞാൻ പറയണോ? പറഞ്ഞു. നോക്കാം. y എന്താ? അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയമെൻഷൻ എന്താ? L. അപ്പൊ RHSലും ഒരു L ഉണ്ടായാലേ പറ്റൂ. ഉറപ്പല്ലേ? ഇനി ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ തരട്ടെ. ഏതാ ഇതിലെ ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ എന്ന് പറയുന്നത്? sin kt. ഈ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന്റെ കൂടെ വരുന്നത് എപ്പോഴും ആരായിരിക്കും? ആംഗിൾ ആയിരിക്കും. ഈ ആംഗിളിന്റെ ടോട്ടൽ ഡയമെൻഷൻ എത്രയാ? 0. അങ്ങനെയാണെങ്കിൽ t ടൈം ആണെങ്കിൽ മനസ്സിലായോ? ഇവിടെ ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ kt അല്ലേ? ഇത്ര മനസ്സിലായോ? ഓക്കേ. t ടൈം ആണെങ്കിൽ k യുടെ ഡയമെൻഷൻ എന്ത് വരണം? മൊത്തത്തിൽ ആംഗിളിന്റെ ഡയമെൻഷൻ എത്ര വരണം? 0. കട്ട് ചെയ്തു പോകണം. അപ്പൊ k യുടെ ഡയമെൻഷൻ എന്ത് വരണം? 1/t.
ഇത്രയും ക്ലിയർ ആയോ? ഇതാണ് നമ്മൾ ഇത്ര നേരം ചെയ്തുകൊണ്ടിരുന്നത്. ഇത്രയും ക്ലിയർ ആയോ? അപ്പോൾ k യുടെ ഡയമെൻഷൻ ചോദിച്ചാൽ 1/t ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു t raised to -1. അപ്പോൾ k യുടെ ഡയമെൻഷൻ നമുക്ക് കിട്ടി. ക്ലിയർ? ഓക്കേ. ഒരു ആംഗിളിന്റെ ഡയമെൻഷൻ എത്രയാണ്? ഒരു ആംഗിളിന്റെ ഡയമെൻഷൻ എത്രയാണ്? ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഒരു ആംഗിളിന്റെ ഡയമെൻഷൻ എത്രയാണ്? അങ്ങനെയാണെങ്കിൽ sin തീറ്റ ഡയമെൻഷൻ എത്രയാണ്? ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ഡയമെൻഷൻ എത്രയാണ്? 0 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത്രയും പോർഷന്റെ ഡയമെൻഷൻ 0 ആയി പോയില്ലേ? അവിടെ ഡയമെൻഷൻ ഇല്ല അല്ലേ? ഇനി LHS ൽ ആര് കിടപ്പുണ്ട്? ഡിസ്പ്ലേസ്മെന്റ്. അവിടെ ആരാണ് ഡയമെൻഷൻ? L. അപ്പൊ RHS ൽ ഒരു L വന്നേ പറ്റൂ. എന്തായാലും sin kt എന്ന് പറഞ്ഞാൽ L ഇല്ല. L ഇല്ലാത്ത ആളാ. ഓക്കേ? അപ്പൊ A ക്ക് ഇനി എന്ത് വന്നേ പറ്റൂ? ഇത് വന്നല്ലേ പറ്റൂ. വേറെ L കൊടുക്കാനില്ലല്ലോ. അപ്പൊ A എന്താ? L ആണ്. അപ്പൊ A യുടെ ഡയമെൻഷൻ എന്താണ്? ഇതല്ലേ ചോദ്യമുള്ളൂ. A യുടെയും ഡയമെൻഷൻ കിട്ടിയില്ലേ? നിങ്ങൾക്ക് ഇനിയും ചെയ്യാം, വേറെ ക്വസ്റ്റ്യൻ തരാം. ഏകദേശം ഐഡിയ കിട്ടിയവരില്ലേ? ചെയ്യും. പഠിക്കാൻ തോന്നുന്നുണ്ടോ? ഫിസിക്സ് പഠിക്കാൻ തോന്നുന്നുണ്ടോ? വാല്യൂ അല്ല സർ, ഡയമെൻഷൻ 0 ആണ്. വാല്യൂ 0 അല്ല, അതിന്റെ മൊത്തത്തിലുള്ള ഡയമെൻഷൻ നിൽ ആയി എന്നാണ് പറയുന്നത്. 0 നമുക്ക് സാധാരണ ഭാഷ പറഞ്ഞു പോകാം. ആംഗിൾ അല്ലേ വാല്യൂ എന്നൊക്കെ പറയുന്നത്. സൈനിന്റെ കൂടെ എപ്പോഴും എന്തായാലും ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ കൂടെ വരുന്ന സാധനം എപ്പോഴും എന്താ? ആംഗിൾ. ആ ആംഗിളിന്റെ വാല്യൂ അല്ല ഞാൻ പറയുന്നത്, ആ ആംഗിളിന്റെ ഡയമെൻഷൻ 0 ആയി. അതിന്റെ വാല്യൂ 0 അല്ല പറയുന്നത് കേട്ടോ. അതുകൊണ്ട് അവിടെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അങ്ങനെ ചെയ്യരുത്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇവിടെ ഡൗട്ട് വന്നത് sin kt യുടെ ഡയമെൻഷൻ 0 അല്ലേ, അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇൻറ്റു 0 എന്ന് വരില്ല. ഇല്ല, അതിന്റെ വാല്യൂ അല്ല ഞാൻ പറയുന്നത്. ഈ sin kt എന്ന് പറയുന്ന സാധനം ചിലപ്പോൾ sin 30 ആയിരിക്കും. അതിന്റെ വാല്യൂ 0 ആണോ? ഈ 30 എന്ന് പറയുന്ന സാധനമാണ് kt കേട്ടോ. വാല്യൂ ഡയമെൻഷൻ രണ്ടാണ്. ഓക്കെ അല്ലേ? അടുത്തുള്ളതല്ലേ ഇത്? ഓക്കെ ആണോ? ഈ ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണോ ആർക്കെങ്കിലും? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യട്ടെന്നാ അതും ചെയ്തു നോക്കും. പറയാം. The displacement y equal to k sin k t plus b cos m x. Okay. Happy. Where y is displacement, y is displacement, t is time, a capital A, x is displacement, x. Find the dimension of A, B, K, M. എനിക്ക് ആരുടെയൊക്കെ ഡയമെൻഷൻ വേണം? A, B, K, M. ആലോചിച്ച് ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ കണ്ടാൽ അതിനകത്ത് കിടക്കുന്നത് ആംഗിൾ ആണ്.
ചെയ്തു കഴിഞ്ഞാൽ ശരി തെറ്റ് പിന്നെ നോക്കാം. പ്ലീസ് ഒരു ആൻസർ കിട്ടുക ആദ്യത്തെ ഇതൊക്കെ നോക്കാം. ശരിയാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാം. വോയിസ് ഓക്കെ. ഗേൾസ് എത്ര പേര് ചെയ്തു കഴിഞ്ഞു? ഓക്കെ. ഇവിടെ ചെയ്തു കഴിഞ്ഞു. ഇവിടെ ചെയ്തോണ്ടിരിക്കാം. ഇവിടെ കഴിഞ്ഞു. ഓക്കെ, നോക്കാം. നമുക്കിത് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ടി ടൈം ആണെന്ന് പറഞ്ഞാൽ ഇത് മൊത്തത്തിൽ ഡയമെൻഷൻ വേണ്ട. അപ്പൊ കെയുടെ ഡയമെൻഷൻ എന്തായിരിക്കും? 1/t ആണ്. That is t raised to -1. ഇതെല്ലാവർക്കും കിട്ടിയോ? കെയുടെ ഡയമെൻഷൻ t raised to -1 ആണ്. എല്ലാവർക്കും കിട്ടിയോ? x എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നത്? ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ അതിന്റെ ഡയമെൻഷൻ എന്താണ്? l അല്ലേ? അപ്പൊ m ന്റെ ഡയമെൻഷൻ എന്തായിരിക്കും? 1/l. അപ്പൊ l raised to -1. ഇതെല്ലാവർക്കും കിട്ടിയോ? ഓക്കേ ആണോ? y എന്താണെന്നാ പറഞ്ഞേ? നോക്കിയേ, sin kt ഒരു ട്രിഗണോമെട്രി ഫംഗ്ഷൻ. അപ്പൊ ഇതിൽ മൊത്തത്തിൽ ഡയമെൻഷൻ ഇല്ല. cos mx മൊത്തത്തിൽ ഡയമെൻഷൻ ഇല്ല. ശരിയല്ലേ? അപ്പൊ നമുക്ക് നോക്കിയേ, y എന്താ? ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തുണ്ടായേ പറ്റൂ? ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായേ പറ്റൂ. പ്ലസ് ഇവിടെയും എന്തുണ്ടായേ പറ്റൂ? ഒരു ഡിസ്പ്ലേസ്മെന്റ്. നോക്കിയേ, ഫോഴ്സ് F equal to F1 plus F2 എന്ന് പറഞ്ഞ പോലെ y equal to y1 plus y2 ഫോർമാറ്റിലേക്ക് കിടക്കണം. മനസ്സിലായോ? അപ്പൊ y എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ അതിന്റെ ഡയമെൻഷൻ എല്ലാം. അങ്ങനെയാണെങ്കിൽ a യുടെ ഡയമെൻഷൻ എന്ത് വന്നേ പറ്റൂ? എത്രയാ? l വന്നേ പറ്റൂ. b യുടെ ഡയമെൻഷൻ എന്ത് വന്നേ പറ്റൂ? l വന്നേ പറ്റൂ. അപ്പൊ നമ്മൾ ഇവിടെ l plus l. ഒരിക്കലും l plus l 2l എന്ന് എഴുതരുത്. ഡയമെൻഷനിൽ അങ്ങനെ സാധിക്കില്ല. അത് ആദ്യം ചിന്തിക്കുക. നമ്മൾ ചാടിക്കേറി എഴുതും. മാത്സിൽ നമ്മൾ പറയുമ്പോൾ l plus l 2l അല്ലേ? ആണോ? ഇവിടെ അങ്ങനെ ഇടാൻ പറ്റില്ല. ഇവിടെ അതിന്റെ നേച്ചർ മാത്രം മനസ്സിലാക്കുക. അതിന്റെ ന്യൂമറിക്കൽ അല്ല പറയുന്നത്. t plus t എത്രയാ? ഡയമെൻഷൻ 3 ആണ്. ഒരു ടൈമിന്റെ കൂടെ വേറൊരു ടൈം ആഡ് ചെയ്താൽ കിട്ടുന്നത് ഒരു ടൈം ആണ്. അതാണ് മീനിങ്. 2 സെക്കൻഡ് പ്ലസ് 3 സെക്കൻഡ് എത്രയാ? 2 സെക്കൻഡ് പ്ലസ് 3 സെക്കൻഡ് എത്രയാ? 2 സെക്കൻഡ് ഒരു ടൈം അല്ലേ? ആ ടൈമിന്റെ ഡയമെൻഷൻ t. 3 സെക്കൻഡ് ഒരു ടൈം ആണ്, അതിന്റെ ഡയമെൻഷൻ t. കിട്ടിയ ആൻസർ ഒരു ടൈം ആണ്, അതിന്റെ ഡയമെൻഷൻ t. അങ്ങനെയാണ് മീനിങ്. അല്ലാതെ t plus t 2t എന്നല്ല. മനസ്സിലായോ? ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ l സ്ക്വയർ പ്ലസ് l സ്ക്വയർ ഡയമെൻഷൻ വെച്ച് ചോദിച്ചാൽ ഇവിടെ എത്ര വരണം? എത്ര വരണം? എത്ര വരണം? അല്ലേ? l സ്ക്വയർ എന്തിന്റെ ഡയമെൻഷൻ ആണ്? ഏരിയ. 5 മീറ്റർ സ്ക്വയർ ഏരിയയാണ്. പ്ലസ് 3 മീറ്റർ സ്ക്വയർ വേറൊരു ഏരിയ ആണ്. 5 മീറ്റർ സ്ക്വയർ ഏരിയയും 3 മീറ്റർ സ്ക്വയർ ഏരിയയും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 8 മീറ്റർ സ്ക്വയർ കിട്ടും. അതൊരു ഏരിയ ആണ്. 5 മീറ്റർ സ്ക്വയർ ഏരിയയുടെ ഡയമെൻഷൻ l സ്ക്വയർ, 3 മീറ്റർ സ്ക്വയർ ഏരിയയുടെ ഡയമെൻഷൻ l സ്ക്വയർ, 8 മീറ്റർ സ്ക്വയർ ഏരിയയുടെ ഡയമെൻഷൻ l സ്ക്വയർ. ഇങ്ങനെയാണ് കോൺസെപ്റ്റ്. അല്ലാതെ l സ്ക്വയർ പ്ലസ് l സ്ക്വയർ ഈക്വൽ ടു 2l സ്ക്വയർ എഴുതരുത്. നമ്മൾ അവിടുത്തെ ന്യൂമറിക്കൽ വാല്യൂ അല്ല ചിന്തിക്കുന്നത്, നമ്മൾ അവിടുത്തെ നേച്ചർ ആണ് ചിന്തിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, l സ്ക്വയർ പ്ലസ് l എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം? ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. l സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം എന്താ? എന്താ സാധനം? ഏരിയ. ഏരിയയുടെ കൂടെ ഒരു ലെങ്ത് ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പറഞ്ഞ മനസ്സിലായോ? ഒരേ സാധനങ്ങളെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. മാസിന്റെ കൂടെ ലെങ്ത് ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ക്ലിയറായോ? സെയിം ഡയമെൻഷനിലുള്ള സാധനങ്ങൾ മാത്രമേ ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ പറ്റുള്ളൂ. പക്ഷെ മൾട്ടിപ്ലിക്കേഷൻ പറ്റും, ഡിവിഷനും പറ്റും. മാസ് ഇൻടു ആക്സിലറേഷൻ പറ്റും. F equal to ma. മാസ് പ്ലസ് ആക്സിലറേഷൻ പറ്റില്ല. അപ്പൊ അഡീഷനും സബ്ട്രാക്ഷനും എവിടെ മാത്രമേ നടക്കുള്ളൂ? അഡീഷനും സബ്ട്രാക്ഷനും സെയിം നേച്ചറിൽ മാത്രമേ നടക്കുള്ളൂ. സെയിം ഡയമെൻഷൻ ഉള്ള സാധനങ്ങൾ തമ്മിലേ നടക്കുള്ളൂ. ഹാപ്പി? ഹാപ്പി? Find the dimension of energy. Find the dimension of energy. ചെയ്തു.
എന്ന് പറഞ്ഞാൽ അതിന്റെ ഡയമെൻഷൻ കാണണമെങ്കിൽ എന്തറിയണം ഇക്വേഷൻ. ഏതെങ്കിലും ഒരു എനർജിയുടെ ഇക്വേഷൻ പറഞ്ഞു ഇതൊക്കെ എനിക്ക് അറിയാം. കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ഇഷ്ടംപോലെ എനർജി ഉണ്ട്. അപ്പൊ ഏതെങ്കിലും ഒന്ന് എടുക്ക്. കൈനറ്റിക് എനർജി ഇക്വേഷൻ എന്താ? കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് mv². ഹാഫ് നമ്പർ ആണ്, ഡയമെൻഷൻ ഇല്ല. m മാസ് ആണ്, v വെലോസിറ്റി ആണ്, v സ്ക്വയർ ആണ് അല്ലേ? സോ എത്ര വരും? ml²t⁻². 2 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തേ, 2 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തേ. അപ്പൊ l സ്ക്വയർ വന്നു, t⁻⁻1 ന്റെ 2 ചെയ്യുക t⁻². ഓക്കേ അല്ലേ? ഓക്കേ അല്ലേ? പറയണമെങ്കിൽ ടോർക്കിന്റെ ഡയമെൻഷൻ ടോർക്ക് എന്തറിയില്ല സ്വാഭാവികം അല്ലേ? ഇക്വേഷൻ അറിയാം. ടോർക്ക് ഞാൻ സാധനം പഠിച്ചിട്ടുണ്ട് എവിടെയെങ്കിലും? എവിടെയാ? +1. ഓക്കെ, ഈ ചാപ്റ്റർ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. ടോർക്ക് equal to r cross s അല്ലേ? എഴുതി. r എന്താ? നിങ്ങളുടെ r എന്താന്ന് ചോദിച്ചു. ഇങ്ങനെയാ പറയുക. r എന്താ? ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. f എന്താ? ഫോഴ്സ്. അപ്പോൾ ഡിസ്റ്റൻസും ഫോഴ്സും ആണ് മനസ്സിലായി. ഡയമെൻഷൻ കാണാമല്ലേ? അധികം സമയം വേണോ? അധികം സമയം വേണോ? ടോർക്കിന്റെ ഡയമെൻഷൻ എന്താ? ml²t⁻². എനർജിയുടെ ഡയമെൻഷൻ എന്താ? ml²t⁻². വർക്കിന്റെ ഡയമെൻഷൻ എന്താ? ml²t⁻². So which of the following have the same dimension? The question വരാം. മനസ്സിലായോ? ഇനി sin kt എഴുതണ്ട. t ടൈം ആണെങ്കിൽ എഴുതണ്ട. t ടൈം ആണെങ്കിൽ k യുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ അറിയാമോ ഇല്ലയോ? അറിയാമോ ഇല്ലയോ? എങ്ങനെ അറിയാം? എങ്ങനെ ചെയ്യണ്ടേ? മൊത്തത്തിൽ kt എന്ന് പറയുന്നത് ആംഗിൾ ആണ്, അതിന്റെ ഡയമെൻഷൻ ഇല്ല. ക്ലിയർ? ഇതേ കോൺസെപ്റ്റ് e⁻² അപ്ലൈ ചെയ്യാം. e⁻kt എന്ന് ക്വസ്റ്റ്യൻ വന്നാൽ അടുത്ത മോഡൽ ഇങ്ങനെ കണ്ടിട്ടോ? e⁻ മാക്സിമം പഠിച്ചിട്ടുണ്ടോ? e⁻x അല്ലേ? അപ്പൊ e⁻² എന്ന് പറഞ്ഞു വന്നാൽ ഇതിന്റെ പവർ കിടക്കുന്നത്, ഈയുടെ പവർ എപ്പോഴും കിടക്കുന്നത് ഒരു നമ്പർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് ഡയമെൻഷൻ ഇല്ല. ദാറ്റ് മീൻസ് ഈയുടെ പവറിൽ എന്ത് വരുന്നോ അതിന്റെ മൊത്തത്തിലുള്ള ഡയമെൻഷൻ 0 ആയിരിക്കും. അപ്പൊ sin kt യിൽ എന്താണോ നിങ്ങൾ ചെയ്തത് അത് തന്നെ e⁻kt യിൽ ചെയ്യണം. മനസ്സിലായില്ലേ? മനസ്സിലായോ? അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കിയേ, അടുത്ത മോഡലിലേക്ക് വന്നിയേ. t ടൈം ആണെങ്കിൽ ആ t യുടെ ഡയമെൻഷൻ എന്താ? ക്യാപിറ്റൽ T. അപ്പൊ k യുടെ ഡയമെൻഷൻ എന്ത് വന്നേ പറ്റൂ? ഈ t ക്യാൻസൽ ആവണം. k യുടെ ഡയമെൻഷൻ എന്ത് വന്നേ പറ്റൂ? 1/t. നല്ല t കട്ട് ആവുള്ളൂ. ദാറ്റ് മീൻസ് k യുടെ ഡയമെൻഷൻ 1/t ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു t⁻⁻1. ഇതേപോലെ തന്നെ ഇതൊന്ന് ചിന്തിക്കുക. കൺഫ്യൂഷൻ ആയോ? കിട്ടിയോ? മനസ്സിലായോ? മനസ്സിലായി. ബാക്കി ബോയ്സിന് മനസ്സിലായി? ഇവിടെ കിട്ടിയില്ല. വെരി ഗുഡ്. കിട്ടാത്തതല്ല വെരി ഗുഡ്. e⁻sin. ഇത്ര ഓക്കെ. ഈ സൈനിന്റെ കൂടെ വരുന്ന സാധനത്തെ എന്താണെന്ന് വിളിച്ചത്? എന്താ? ആംഗിൾ.
ഇനി ഇവിടെ എന്ത് സാധനം വന്നാലും അതിന്റെ മൊത്തത്തിലുള്ള ഡയമെൻഷൻ എത്രയാണ്? 0 എന്ന് പറയുന്ന പോലെ ഈയുടെ പവർ ആയിട്ട് എന്ത് വന്നാലും അതിന്റെ മൊത്തത്തിലുള്ള ഡയമെൻഷൻ എത്രയാണ്? കിട്ടി? ഓക്കെ. ഇനി ഈ ക്വസ്റ്റ്യനിലേക്ക് ഓക്കെ, ഇവിടെ ഈയുടെ പവർ ആയിട്ട് വന്നിരിക്കുന്ന ആരാണ്? KT. അപ്പൊ K into T ആണ് പവർ. ക്ലിയർ ആയോ? അപ്പൊ K into T എന്ന് പറഞ്ഞ മൊത്തത്തിലുള്ള ഡയമെൻഷൻ എത്രയായിരിക്കണം? 0 ആയിരിക്കണം. അപ്പൊ T എന്ന് പറഞ്ഞാൽ ടൈം ആണ്. ടൈമിന്റെ ഡയമെൻഷൻ T, ക്യാപിറ്റൽ T. അപ്പൊ K യുടെ ഡയമെൻഷൻ എന്തായേ പറ്റൂ? കാരണം ഇത് മൊത്തം കട്ട് ചെയ്ത് പോകണം. അപ്പൊ K എന്ത് വന്നേ പറ്റൂ? 0. K തന്നെ. വെരി ഗുഡ്. ആണോ? 1/T അല്ലേ? എന്നാൽ ഈ T യെ കട്ട് ചെയ്ത് കളയാൻ പറ്റുള്ളൂ. ആണോ? മനസ്സിലായില്ലേ? ഓക്കെ, തെറ്റിപ്പോയ സോറി. ഓക്കെ, T കട്ടായി. ദാറ്റ് മീൻസ് K ഞാൻ 1/T ഇട്ടേ പറ്റൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു T റൈസ് ടു -1. മനസ്സിലായോ? ക്ലിയർ അല്ലേ? അപ്പോൾ E റൈസ് ടു അങ്ങനെ നോട്ട് ചെയ്യാം. എങ്ങനെയുണ്ട്? ചെയ്യാൻ പറ്റുമോ? എങ്ങനെയുണ്ട്? ചെയ്യാൻ പറ്റുന്നുണ്ടോ? അടുത്ത സെഷനിലേക്ക് പോവുകയാണ്. ഇതോടെ കഴിയും. മക്കളെ ഞാൻ സെന്റൻസ് ആക്കി തരുന്നില്ല. നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നോട്ട് ചെയ്ത് പോയാൽ ഓക്കെ. സെന്റൻസ് ആക്കി തരുന്നില്ല. ഹെഡിങ് റൂൾസ് ഫോർ റൈറ്റിംഗ് സിംബൽസ്. ഇതൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ പഠിച്ചു വയ്ക്കാനുള്ളതാണ്. അടുത്ത ചാപ്റ്ററുകൾ ഇത്രയും നീട്ടി നമുക്ക് തിയറി എടുക്കണ്ട. കാരണം ജസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്താൽ മതി. ക്വസ്റ്റ്യനിലേക്ക് ഡയറക്റ്റോ ഇത് അങ്ങനെയല്ല. ഇത് അറിയാനും പറ്റുള്ളൂ, ഇല്ലെങ്കിൽ മൊത്തം പോകും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഫുൾ ഇതൊന്ന് വായിച്ചു പഠിക്കാം. റൂൾസ് ഫോർ റൈറ്റിംഗ് സിംബൽസ്. പറഞ്ഞാട്ടെ, നമുക്ക് കുറെ യൂണിറ്റുകളൊക്കെ ഇല്ലേ ഓരോ ക്വാണ്ടിറ്റീസിന് അല്ലേ? ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? ഫോഴ്സിന്റെ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ. ചപ്പാത്തിയുടെ കൂടെ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? എനർജിയുടെ യൂണിറ്റ് എന്താ? എനർജിയുടെ യൂണിറ്റ് എന്താ? അടുത്ത ക്ലാസ്സിൽ വരുമ്പോ എല്ലാ ക്വാണ്ടിറ്റിയുടെയും എന്ത് പഠിക്കണം? യൂണിറ്റ് പഠിക്കണം, പ്ലസ് ഇക്വേഷൻ പഠിക്കണം. പഠിച്ചോ? ഞാൻ കുറേ കാര്യം പഠിക്കണം അല്ലേ? എനർജിയുടെ യൂണിറ്റ് എന്താ? ജൂൾ അല്ലേ? പവറിന്റെ യൂണിറ്റ് എന്താ? പവറിന്റെ യൂണിറ്റ് എന്താ? വാട്ട്. ചാർജിന്റെ യൂണിറ്റ് എന്താ? കൂളം. ഇതിന്റെയൊക്കെ സിമ്പൽ നമ്മൾ എങ്ങനെ എഴുതുന്നത്? അതിന് റൂളുണ്ട്. അപ്പൊ വാട്ട് ഞാൻ പറയാൻ ശ്രദ്ധിച്ചോളാം. വാട്ട്, ന്യൂട്ടൺ, കൂളം എന്നൊക്കെ പറയുന്നത് ഒരാളുടെ പേരാണ്. ജൂൾ ഒരാളുടെ പേരാണ്. ആളുകളുടെ പേരായതുകൊണ്ട് തന്നെ അതിനെ ഇടേണ്ടത് ന്യൂട്ടൺ. ഇങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നാണ് ആദ്യം ചോദിക്കുന്നത്. 5 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ എഴുതണോ അതോ ഇങ്ങനെ എഴുതണോ? ഇതില് ഏതാണ് ശരി? ഫസ്റ്റ് ഓർ സെക്കൻഡ്? ഫസ്റ്റ് ഓർ സെക്കൻഡ്? എന്താ ഞാൻ എഴുതിയേക്കുന്നതിലെ വ്യത്യാസം? ഞാൻ എഴുതിയേക്കുന്നതിലെ വ്യത്യാസം എന്താ? ഇവിടെ സ്മോൾ ലെറ്റർ എൻ ആണ്, ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ എൻ ആണ്. ഏതാ ശരി? ഏതാ ശരി? ഏതാ ശരി? 1 or 2? വെരി ഗുഡ്. ഇത് 5 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 5 മനുഷ്യർ എന്നാണ് അർത്ഥം. എനിക്ക് വേണ്ടത് ഫോഴ്സിനെയാണ്. മനസ്സിലാവുണ്ടോ? ആളുടെ പേരല്ലേ? ആ പേര് എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ സൂചിപ്പിക്കാനാണ്
ഒരുമിച്ചാ ചിന്തിക്കണ്ടേ. മനസ്സിലായോ? അപ്പൊ ഇതിൽ ഏതാ ശരി? ക്ലിയർ ആയോ? അപ്പൊ ആലോചിക്കേ, 5 ജൂൾ ഇതാണോ ശരി അതോ ഇതാണോ ശരി? 1 or 2? 1. 5 വാട്ട് ഏതാ ശരി? ഫസ്റ്റ്. ഫുൾ ആയിട്ട് എഴുതുമ്പോൾ സ്മോൾ ലെറ്ററുകളെ യൂസ് ചെയ്യാവുള്ളൂ. പക്ഷെ അതിന്റെ സിമ്പിൾ യൂസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം. ഇത് തെറ്റാണ്. സിമ്പിൾ യൂസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററും ഫുൾ ആയിട്ട് എഴുതുമ്പോൾ സ്മോൾ ലെറ്ററും. മനസ്സിലാക്കുക, പറയണ ശരിക്കും മനസ്സിലാക്കുക. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ഫുൾ ആയിട്ട് എഴുതുമ്പോൾ സ്മോൾ ലെറ്റർ, സിമ്പിൾ ഉപയോഗിക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ. ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്, തെറ്റാണ്. കിട്ടിയാ? അങ്ങനെയാണെങ്കിൽ ഇവിടെയോ 5W ക്യാപിറ്റലോ സ്മോളോ? ക്യാപിറ്റൽ വേണം. സിമ്പിൾ എപ്പോഴും ക്യാപിറ്റൽ. തെറ്റാണ്. ഫുൾ ആയിട്ട് എഴുതുമ്പോൾ സ്മോള്. ഇതാണ് അതിന്റെ ആദ്യത്തെ റൂള്. ഞാൻ സെന്റൻസ് തരുന്നില്ല, എങ്ങനെ തരുന്നത് നിങ്ങൾക്ക് അറിയേണ്ട ഭാഷയിൽ നോട്ട് ചെയ്ത് വെച്ചോളാം. പെട്ടെന്ന് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതി ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചാൽ മതി, പെട്ടെന്ന് ഓർമ്മ വരും. ഇത് ആ ആളുടെ, ആ സയന്റിസ്റ്റിന്റെ പേരാണെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ളൂ. സിമ്പിൾ നമ്മൾ ഉപയോഗിച്ചത് ക്യാപിറ്റലോ സ്മോളോ? സിമ്പിൾ നമ്മൾ ഉപയോഗിച്ചത് ക്യാപിറ്റലോ സ്മോളോ? സിമ്പിൾ നമ്മൾ ഉപയോഗിച്ചത് ക്യാപിറ്റലോ സ്മോളോ? ക്യാപിറ്റൽ. എന്തുകൊണ്ട് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്തു? അതൊരാളുടെ പേരായതുകൊണ്ടാണ്. ഒരാളുടെ പേരല്ലെങ്കിൽ സ്മോള് മതി. 5 മീറ്റർ എം സ്മോളാണ്, ക്യാപിറ്റൽ അല്ല. 5 കിലോഗ്രാം സ്മോളാണ്, ക്യാപിറ്റൽ അല്ല. അത് വ്യക്തിയുടെ പേരല്ല. മനസ്സിലായോ? നോട്ട് ചെയ്യണം, നോട്ട് ചെയ്യണം, നോട്ട് ചെയ്യണം. ഓക്കെ അല്ലേ? അടുത്ത പറഞ്ഞോട്ടെ. നെക്സ്റ്റ് അടുത്ത റൂള്. 2 റൂള് കഴിഞ്ഞു. ഒരു വ്യക്തിയുടെ പേര് ഞാൻ ചോദിക്കാം, ക്ലിയർ ആയിട്ട്. ഒരു വ്യക്തിയുടെ പേരാണെങ്കിൽ ഫുൾ ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? സ്മോൾ ലെറ്റർ. സിമ്പിൾ ഉപയോഗിക്കുമ്പോൾ ക്യാപിറ്റൽ. വ്യക്തിയുടെ പേരല്ലെങ്കിൽ നമ്മൾ സിമ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്. അവിടെ ഏത് ലെറ്റർ? ക്യാപിറ്റലോ സ്മോളോ? ഇത്ര ഓക്കെ. അടുത്ത റൂളിലേക്ക് പോവാം. ഡു നോട്ട് യൂസ്. അടുത്ത റൂളാണ്, തേർഡ് റൂളാണ്. ഡു നോട്ട് യൂസ് പ്ലൂറൽസ്. എപ്പോഴും നമുക്ക് തെറ്റി വരുന്ന സാധനമാണ്. പ്ലൂറൽ ഫോംസ് യൂസ് ചെയ്യാൻ പാടില്ല. അതൊക്കെ റൂളാണ്. പക്ഷെ സാധാരണ നമ്മൾ നടക്കുമ്പോൾ അതൊക്കെ പറയുന്നില്ല. പക്ഷെ എക്സാം എഴുതുമ്പോൾ അത് റൂളാണ്. ഒരിക്കലും നമ്മൾ സെന്റിമീറ്റേഴ്സ് വേണ്ട. സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ മതി. കിലോഗ്രാംസ് ഇല്ല, കിലോഗ്രാം. മനസ്സിലായോ? പ്ലൂറൽ ഫോംസ് യൂസ് ചെയ്യാൻ പാടില്ല. ന്യൂട്ടൺസ് നമ്മൾ ഒരിക്കലും പറയാറില്ല. 5 ന്യൂട്ടൺ മതി. ക്ലിയർ ആയില്ലേ? ഓക്കെ. അപ്പോൾ അടുത്ത റൂൾ ഓർക്കണം. ഡു നോട്ട് യൂസ് പ്ലൂറൽസ്. അടുത്തത് ഡു നോട്ട് യൂസ് ഫുൾ സ്റ്റോപ്പ്. 5 ന്യൂട്ടൺ എന്ന് പറഞ്ഞ ഒരു ഇതിന്റെ ആവശ്യമില്ല. ഇടാൻ പാടില്ല. മനസ്സിലായോ? ഫുൾ സ്റ്റോപ്പ് യൂസ് ചെയ്യാൻ പാടില്ല. നോട്ട് ചെയ്ത് വെക്കാം. റൂളുകളാണ്. 3 ഓപ്ഷൻ തന്നിട്ട് 3ലും ഫുൾ സ്റ്റോപ്പ് ഉണ്ട്, 4ാമത്തേൽ ഫുൾ സ്റ്റോപ്പ് ഇല്ല. ഏതാ ശരി? മനസ്സിലായില്ലേ? റൂളാണ്. ഡു നോട്ട് യൂസ് ഹൈഫൻസ്. ഡു നോട്ട് യൂസ് ഹൈഫൻസ്. ഫോർ എക്സാമ്പിൾ, ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉപയോഗിക്കരുത്.
ന്യൂട്ടൺ മീറ്റർ, ഇടയ്ക്ക് ഒരു വര വേണ്ട. ന്യൂട്ടൺ മീറ്റർ. ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ ഫോഴ്സ് ഇന്ത്യ, മീറ്റർ ഡിസ്റ്റൻസ് ആ, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് വർക്ക്, ന്യൂട്ടൺ മീറ്റർ എന്ന് പറയാം. അപ്പൊ അവിടെ ഹൈഫൻ ഉപയോഗിക്കാൻ പാടില്ല. ക്ലിയർ? ഓക്കെ. ഡു നോട്ട് യൂസ്, അടുത്തത്, ഡു നോട്ട് യൂസ് മോർ ദാൻ വൺ പ്രിഫിക്സ്. Do not use more than one prefix. എന്താണ് പ്രിഫിക്സ് എന്ന് വെച്ചാൽ? യൂണിറ്റിന്റെ മുമ്പിൽ ചേർക്കുന്നത് എന്തോ അതാണ് പ്രിഫിക്സ്. സെന്റിമീറ്റർ, സെന്റി പ്രിഫിക്സ് ആണ്. മില്ലിമീറ്റർ, മില്ലി പ്രിഫിക്സ് ആണ്. മൈക്രോമീറ്റർ, മൈക്രോ പ്രിഫിക്സ് ആണ്. മനസ്സിലായോ? മൈക്രോമീറ്റർ എടുക്കാം, മൈക്രോ സെക്കൻഡ് എടുക്കാം, മൈക്രോഗ്രാം എടുക്കാം. ആ മൈക്രോ എന്ന് പറയുന്നത് എന്താണ്? പ്രിഫിക്സ് ആണ്. സെന്റി എന്ന് പറയുന്നത് എന്താണ്? പ്രിഫിക്സ് ആണ്. മില്ലി എന്ന് പറയുന്നത് എന്താണ്? പ്രിഫിക്സ് ആണ്. ആ മില്ലി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു യൂണിറ്റിന്റെ കൂടെ ചേർക്ക്. മില്ലിഗ്രാം, ഗുളികയൊക്കെ മേടിക്കുമ്പോൾ മില്ലിഗ്രാം, mg, പാരസെറ്റമോൾ 500 mg, 650 mg. മനസ്സിലായോ? മില്ലി is the prefix. മില്ലിസെക്കൻഡ്. ക്ലിയർ? അപ്പൊ ഒന്നിൽ കൂടുതൽ പ്രിഫിക്സ് യൂസ് ചെയ്യാൻ പാടില്ല. നമ്മളൊരു വാല്യൂ പറയുമ്പോൾ 5 മില്ലിസെക്കൻഡ് പറയാൻ പാടില്ല. മില്ലി എന്ന് പറഞ്ഞാൽ 2 പ്രിഫിക്സ് ആയി. മനസ്സിലായോ? എത്ര പ്രിഫിക്സേ പാടുള്ളൂ? ഒരെണ്ണം. ഡു നോട്ട് യൂസ് മോർ ദാൻ വൺ പ്രിഫിക്സ്. അതാണ് റൂൾ. മൈക്രോ സെക്കൻഡ് പറ്റുമോ? ഇല്ല. മൈക്രോ പാടില്ല. 2 എണ്ണം ഒന്ന് പ്രിഫിക്സ് അവിടെ. ഓക്കെ അല്ലേ? റൂൾ ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി 7. Do not use more than one slash. Slash. Do not use more than one slash. Example. എന്താണ് ആക്സിലറേഷന്റെ യൂണിറ്റ്? എസ് തുടങ്ങിയല്ലേ? അല്ലേ? ശരിയല്ലേ? എസ് തുടങ്ങിയില്ലേ? ആക്സിലറേഷൻ യൂണിറ്റ് ആക്സിലറേഷൻ യൂണിറ്റ് ഇനി ജീവിതത്തിന്റെ ആക്സിലറേഷൻ യൂണിറ്റ് ഫോഴ്സ് ആണ്. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണോ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഈ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെ ഈ 3 രീതിയിൽ എഴുതാം. പക്ഷേ ആസ് പെർ റൂൾ do not use more than one slash. ഈ സ്ലാഷ് ഇതാണ് ഈ വര. അപ്പോ ഇതിൽ ഏതാണ് തെറ്റ്? ഇത് തെറ്റാ. ക്ലിയർ? ഇനി ശ്രദ്ധിച്ചോ, ശ്രദ്ധിച്ചോ. ഇവിടെ ഒരു സ്ലാഷ് ഉണ്ട്, ഇവിടെ അതും ഇല്ല. ശരിയല്ലേ? ആക്സലറേഷൻ നമ്മൾ ഇങ്ങനെ ഇടാറില്ലേ? വെലോസിറ്റി നമ്മൾ ഇങ്ങനെ ഇടാറില്ല. m ബാർ s ഇടാറുണ്ട്, m s - -1 ഇടാറുണ്ട്. രണ്ടും ശരിയാ. ശരിയല്ലേ? എന്ന് പറഞ്ഞ പോലെ ആക്സിലറേഷൻ നമുക്ക് ഇത് രണ്ടും ശരിയാ. പക്ഷെ എൻട്രൻസിന് നമ്മൾ ക്വസ്റ്റ്യൻ ഇതിൽ ഏത് ആൻസർ എഴുതും? ഇതെഴുതുമോ ഇതെഴുതുമോ? ഇത് രണ്ടും ശരിയാ. അപ്പൊ ഇതിനൊരു സബ് റൂൾ ഉണ്ട്, അത് പറഞ്ഞിരിക്കും. മനസ്സിലാക്കാം? ഇപ്പൊ നമ്മൾ ലാസ്റ്റ് എഴുതിയ റൂൾ എന്താണ്? ലാസ്റ്റ് എഴുതിയ റൂൾ എന്താണ്? Do not use more than one slash. അതിന്റെ സബ് റൂൾ നോക്കുക. If we can avoid the slash, that will be the most appropriate answer. എൻട്രൻസിന് ചില സമയത്ത് ഒന്നിൽ കൂടുതൽ റൈറ്റ് ആൻസർ വരാം.
ഒന്നിൽ കൂടുതൽ റൈറ്റ് ആൻസർ വന്നാൽ അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് ആൻസർ. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെയാ റൈറ്റ് ആൻസർ? ഏതൊക്കെയാ റൈറ്റ് ആൻസർ? അല്ലേ? എ ബി സി. ഏതൊക്കെയാ റൈറ്റ് ആൻസർ? എയും സിയും. അതിനകത്ത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഏതാ? സി ആണ്. ഏതായോ? അത് തെറ്റാന്ന് ഞാൻ പറയുന്നില്ല, നമ്മൾ പറയുന്നില്ല. പക്ഷെ കമ്പയർ ചെയ്യുമ്പോൾ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ സി ആണ്. കിട്ടിയില്ലേ? അതുകൊണ്ട് നോട്ട് ചെയ്ത് വെച്ചോണം. Oke, kita kelas ya, di sana.